400 സീറ്റ് ഉറപ്പായി കിട്ടുമെന്ന് പ്രഖ്യാപിച്ച മോഡി ഭരണകൂടം എത്ര വെപ്രാളത്തിലാണ് എന്ന് വ്യക്തമാകുന്നതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്. കഴിഞ്ഞ കുറേ ദിവസമായി ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം വലിയ വെപ്രാളമാണ്, അനിശ്ചിതത്വമാണ് സംഘപരിവാർ ക്യാമ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയും പ്രതിപക്ഷത്തെ അടിച്ചമർത്തണം, ഇന്ത്യ മുന്നണിയെ തകർക്കണം എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അതുപോലെ കോൺഗ്രസിന്റെ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ കൈയും കാലും കെട്ടിയിടുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. മറ്റൊരു മറുവശത്ത് ഈ ബോണ്ട് വഴി അവിഹിതമായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കോടാനുകോടി രൂപ അഴിമതി നടത്തി പിരിച്ചെടുക്കുന്നു BJP. അഴിമതിയാണ്. കാരണം വ്യവസായ സ്ഥാപനങ്ങളിൽ EDയെ കൊണ്ടും CBIയെ കൊണ്ടും റെയ്ഡ് നടത്തിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് 500,000 കോടി രൂപ അവരുടെ ബോണ്ടായി വാങ്ങിക്കുന്നു. അഴിമതി നടത്തി ഒരു വശത്ത് BJP പണസമ്പാദനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ദുഷിപ്പിക്കുമ്പോൾ, അമിതമായ പണം കൊടുത്ത് ദുഷിപ്പിക്കുമ്പോൾ, മറുവശത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ള പണം, വ്യവസ്ഥാപിതമായ പണം പോലും ചെലവാക്കാൻ കഴിയാത്ത തരത്തിൽ കൂച്ചുവിലങ്ങിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ അവസാന ഘട്ടത്തിൽ എന്നതുപോലെ അരിഞ്ഞാടുന്ന കാര്യമാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. ഈ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കേന്ദ്ര ഏജൻസി, എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലന്റ് ആവുകയാണ്, അവര് വളരെ നിശബ്ദമാവുകയാണ്. എവിടെ പോയി? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കോഴക്കേസ്, കരുവന്നൂർ ED കേസ്, മാസപ്പടി കേസ്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദു സമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത്. അത് കേരളത്തിലെ CPM നേതൃത്വവും പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിന്റെ, അവിഹിതമായ ബാന്ധവത്തിന്റെ പ്രതിഫലനമാണ്. കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന BJP കേരളത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന CPM നേതാവിന്റെയും BJPയുടെ കേന്ദ്രമന്ത്രിയുടെയും ബിസിനസ് പാർട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ചോദ്യം ചെയ്യാത്തതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അതുതന്നെയാണ്. BJPയെ ഭയന്നും BJPയെ പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത്. കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന CPM നേതാവ്, മുൻ MLA ഡൽഹിയിൽ പോയി BJP നേതാവിനെ സന്ദർശിച്ച് വാർത്ത കൊടുത്തിട്ട് അതൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ CPM താഴേക്ക് പോയിരിക്കുകയാണ്. രാജേന്ദ്രൻ, മുൻ MLA രാജേന്ദ്രൻ കാണാൻ പോയത് സീതാറാം യെച്ചൂരിയെ അല്ല, പ്രകാശ് കാരാട്ടിനെയോ വൃന്ദ കാരാട്ടിനെയോ അല്ല. AKG ഭവനിലേക്ക് രാജേന്ദ്രൻ പോയില്ല. രാജേന്ദ്രൻ പോയത് കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുടെ വസതിയിലാണ് പോയത്. അത് ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. പാർലമെന്റിലെ ക്യാന്റീനിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചു പോയി കാപ്പി കുടിക്കാൻ പോയതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയ CPM ആണ്. നിങ്ങൾ ആലോചിച്ചോളാം, പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ CPM നേതാക്കൾ അവരുടെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോ രാജേന്ദ്രൻ മുൻ MLA പോയി പ്രകാശ് ജാവദേക്കറിന്റെ വസതി സന്ദർശിച്ചിട്ട് കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് യാതൊരു അനക്കവുമില്ല, ഒരു പ്രതിഷേധമില്ല, ഒരു പരിഭവമില്ല, നിൽക്കുകയാണെങ്കിൽ. അതുപോലെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ജനതാദൾ എസ് BJPയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ്. NDAയിൽ അംഗമായിരിക്കുന്നു. ആ ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിലെ LDFിലാണ്. NDAയിൽ അംഗമായ ജനതാദൾ എസ് കേരളത്തിലെ LDFിൽ അംഗമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, NDAയിൽ അംഗമായ ജനതാദൾ എസിനെ LDFിൽ നിന്ന് പുറത്താക്കാനും
മന്ത്രി കൃഷ്ണൻകുട്ടിയോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? BJP നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ്, BJP കേന്ദ്ര നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് NDAയിലെ ഒരു ഘടകകക്ഷിയെ, BJP നേതൃത്വത്തിലുള്ള NDAയിലെ ഒരു ഘടകകക്ഷിയെ കേരളത്തിലെ LDF മുന്നണിയിൽ ഇവർ നിലനിർത്തുന്നത്. കേട്ടുകഴിയുണ്ട് ഈ കാര്യം. അവിടെ BJPയുടെ കൂടെ മത്സരിക്കുകയാണ്, തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത്, ദൂരെയൊന്നുമല്ല. BJPയുടെ കൂടെ ഒരുമിച്ച് മത്സരിക്കുന്ന ആ കക്ഷി അവരതിൽ നിന്ന് വേർപെട്ടിട്ടില്ല. അവരതിൽ തന്നെ നിലനിന്നുകൊണ്ട് LDFിലൂടെ നിൽക്കുകയാണ്. എന്നിട്ടാണ് വർഗീയതയെക്കുറിച്ചുള്ള പ്രസംഗം. അപ്പൊ BJPയെ എത്രമാത്രം ഭയപ്പെടുന്നു CPM, കേരളത്തിലുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. കാരണം ആ കേസുകളൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ വാളോങ്ങുന്ന കേന്ദ്ര ഏജൻസികൾ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ സൈലന്റായി മാറുകയാണ്, വളരെ നിശബ്ദരാവുകയാണ്. ഇവര് തമ്മിലുള്ള ഈ ബാന്ധവുമാണ് ഇതിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ്. തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള തീരുമാനത്തിനെതിരായി ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉടനീളം അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിവിധ ജില്ലകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ വലിയ സമരങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ നേരിൽ UDF ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും. പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം 27-ാം തീയതി കോഴിക്കോട് വെച്ച് നടത്തും.